ഹലോ ഗൈസ്, നിങ്ങളങ്ങനെ മലയാളി ഫുഡ് നോക്കിയിരിക്കുകയാണോ? അതും തനി നാടൻ മലയാളി ഫുഡ്. അങ്ങനെയാണെങ്കിൽ ഡെർബിയിൽ ഇവിടെ പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആലപ്പീസ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി അവിടുത്തെ ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഫുഡ് റിവ്യൂ വ്ളോഗോ അതുപോലെ റെസ്റ്റോറൻറ്റ് റിവ്യൂ ഒന്നുമല്ല. ഇത് ആക്ച്വലി ഞങ്ങളൊരു സന്തോഷത്തിന് ഒരു വീക്കെൻഡിൽ ഇതുപോലെ ഓരോരോ പരിപാടികൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിൻ്റെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ടൊന്ന് നടന്ന് കുറേ നാൾ കൂടി സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കറങ്ങി. കാരണം സമ്മർ ആയതുകൊണ്ട് നല്ല വെതറായിരുന്നു, പിന്നെ അടിപൊളി വൈബുമായിരുന്നു. പിന്നെ ഞങ്ങൾ നൈസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 ബിയറൊക്കെ അടിക്കാൻ പോയി. പിന്നെ തിരിച്ച് നേരെ ആലപ്പീസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഡെർബിയിൽ പല റെസ്റ്റോറൻറ്റുകളും ഉണ്ടെങ്കിലും ഇതുപോലെ കേരള ആംബിയൻസ്, അതുപോലെ ആ വാൾപേപ്പേഴ്സൊക്കെ കണ്ടാലറിയാം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പല പിക്ചേഴ്സ് കാണുമ്പോഴും നമുക്ക് നൊസ്റ്റ് കൊണ്ടുവരുന്ന രീതിയിലുള്ള പിക്ചേഴ്സ്, അതുപോലെ ലൈറ്റിങ്സ്, അതുപോലെ വാം ലൈറ്റ്സ് ആണ് അവർ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഈവനിങ് വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ശാന്തമായ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ ടൈമിലായിരുന്നു വന്നിരുന്നത്. എങ്കിലും ഞങ്ങൾ പതുക്കെ ഇരുന്ന് അതുപോലെ ഓരോ മെനു കാണുമ്പോഴും ഏത് ഓർഡർ ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും നമ്മളുടെ ഇവിടുത്തെ ഫുഡിനേക്കാളും കേരള ഫുഡ് തന്നെയാണ് നമ്മുടെ എല്ലാ പിള്ളേർക്കും ഇഷ്ടം. അപ്പോൾ അവർക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഞങ്ങൾ ഭയങ്കര വണ്ടറടിച്ചിരിക്കുമായിരുന്നു, കാരണം അത്രയധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ആവട്ടെ, സാലഡ്സ് ആവട്ടെ, സൂപ്പ് ആവട്ടെ, അങ്ങനെ നമ്മൾ വായിച്ച് പഠിക്കാൻ തന്നെ ഒരു അരമണിക്കൂർ എടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ UK എല്ലാ റെസ്റ്റോറൻറ്റിലും ഇതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ ഉള്ളത് കാരണം എൻ്റർടൈൻമെൻറ്റൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചൊക്കെ ഇരുന്ന് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്തു. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ഫാമിലി വൈസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഓർഡർ ചെയ്തത്. പുള്ളി മേളിന്നല്ല വീണേ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. എല്ലാവരും ഡിഫറെൻറ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ പറ്റി. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. പിന്നെ പോരാത്തതിന് ക്വാണ്ടിറ്റിയും അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് നാടൻ രീതിയിലുള്ള കിഴി പൊറോട്ട അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, കാരണം അവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. മെനു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. അങ്ങനെ കിഴി പൊറോട്ട, ചട്ടിച്ചോറ്, പാൽക്കപ്പ അങ്ങനെയുള്ള ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ബീഫ് എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. സംഗതി എല്ലാം പൊളി സാധനങ്ങളാണ്, ഒന്നും പറയാനില്ല. ഈ പ്രവാസികളായ ഞങ്ങൾക്ക് ആകെയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നല്ല ഫ്രണ്ട്സ്, നല്ല ഭക്ഷണം, കൊച്ചു കൊച്ചു വർത്തമാനം. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് സംഗതിയൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നല്ല ഒത്തൻറ്റിക് കേരള ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ട കാര്യം സ്റ്റാഫാണ്. സർവീസ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഈ ഡെർബിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ഇതൊക്കെ വന്നു തുടങ്ങിയത്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ലെസ്റ്ററിലൊക്കെ പോകണമായിരുന്നു. അത് ഏകദേശം ഒരു 1 hour ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് നല്ലതായതുകൊണ്ടും ഞങ്ങൾ റിവ്യൂ ഒക്കെ പറഞ്ഞു. ലേഡീസാണ് റിവ്യൂ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് നേരം. പിന്നെ അവർ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ നല്ല ഫീഡ്ബാക്കൊക്കെ കൊടുത്തു, കാരണം നല്ല ഫുഡായിരുന്നു. അപ്പം നല്ല ഫുഡിനെ നമ്മളെപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. പിന്നെ പുറത്തിറങ്ങി ഞങ്ങൾ റീൽസിന് 2 സ്റ്റെപ്പൊക്കെ ഇട്ടു. പിന്നെ വീണ്ടും കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.